بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ എന്ന് പറയുന്നത് 99 ഇസ്മുണ്ട്. അതിലൊരു ഇസ്മാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. വളരെ കൂടുതൽ ഐശ്വര്യങ്ങളും വളരെ കൂടുതൽ മേന്മകളും എല്ലാ രീതിയിലുള്ള ആഗ്രഹ അഭിലാഷങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരുന്നതാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ഇസ്മാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഇസ്മ മുടങ്ങാതെ കണ്ട് മറക്കാതെ കണ്ട് ചെല്ലാമെങ്കിൽ അതുകൊണ്ട് വളരെ കൂടുതൽ പ്രയോജനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആന്തരികമായിട്ടും നിങ്ങളബാഹ്യമായിട്ടുമുള്ള എല്ലാ ആഗ്രഹ അഭിലാഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരുന്നതുമാണ്. അതുകൊണ്ട് ഈ ദിക്ർ എന്ന കാര്യത്തിൽ മടിക്കേണ്ട. ഈ ദിക്ർ അത് തുടങ്ങി ചെല്ലുക. തക്കാലം ഈ ദിക്ർ എന്ന് പറയുന്നത് ഒരു 333 ദിക്റല്ല, ഇത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ഈ ഇസ്മ ഒരു 333 പ്രാവശ്യം നിങ്ങൾ അങ്ങ് ഉരുവിടുക. പിന്നെ പോയിട്ട് എത്ര കൂടുതൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം. അതിന് പരിധിയും അവസാനവും ഒന്നുമില്ല. ഇഷ്ടം പോലെ അങ്ങ് ചെല്ലാം. തക്കാലം ഇപ്പോൾ ഒരു 333 പ്രാവശ്യം ഇത് ഉരുവിടണം. ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുമെന്നുള്ള താല്പര്യത്തോടു കൂടി ഈ ദിക്ർ ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ്. അത് ഏറ്റവും നല്ല ഒരു ദിക്റാണ്. ദിക്റല്ല, ഞാൻ ഇസ്മാണ് പറയാൻ പോകുന്നത്. ഈ ഇസ്മ മുടങ്ങാതെ കണ്ട് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഈ ഇസ്മ ചെല്ലുക. അതായത് യാ ഹബീബു യാ അല്ലാഹ്, യാ ഹബീബു യാ അല്ലാഹ്, യാ ഹബീബു യാ അല്ലാഹ്. തക്കാലം ഇത്രയും പറയുന്നുള്ളൂ. തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.